വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ദോശയുടെ റെസിപ്പിയാണ്. ദോശ നമുക്ക് ക്രിസ്പായിട്ടും അല്ലെങ്കിൽ വളരെ ഫ്ലഫി ആയിട്ടും ഒക്കെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ദോശ ബാറ്റർ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ദോശ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആക്ച്വലി വേണ്ടത് പച്ചരി, നല്ല പച്ചരി ഉപയോഗിക്കുക. അത് വലിയ ക്വാളിറ്റി അരി വേണമെന്നില്ല, സാധാരണ പച്ചരി ആയാലും മതി. ഇപ്പം ഇഡ്ഡലി റൈസ് ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ പച്ചരി ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് വേണ്ടത് 2 കപ്പ്. ഇതിലേക്ക് നമുക്ക് പുഴുക്കലരിയും കൂടി ഇടും. പുഴുക്കലരി ഒരു 1/4 കപ്പും കൂടെ ഇതിനകത്തേക്ക് ഇടുക. 2 കപ്പ് പച്ചരിയും 1/4 കപ്പ് പുഴുക്കലരിയും കൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് കഴുകി വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകിയ ശേഷം ഒരു 5 to 6 hours സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. നമുക്ക് പിന്നെ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഒരു 1/2 കപ്പ് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇത് ഉഴുന്നൊരു 3 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതി, 3 to 4 hours സോക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഓൾറെഡി ഉഴുന്നും അരിയും ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അരിയുടെ ഒപ്പം നമ്മൾ പച്ചരിയും പുഴുക്കലരിയും കൂടെയാണ്. അതേപോലെ ഉഴുന്നിനൊപ്പം നമ്മൾ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുക, ഹോളായിട്ടുള്ള ഉലുവയും കൂടെ ചേർക്കുക. അത് വേണം, എന്നിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പം ഇനിയും ഈ മിക്സർ അരച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ 3 to 4 hours സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ആ വെള്ളത്തോടു കൂടെ തന്നെ യൂസ് ചെയ്യാം. ഉഴുന്ന് അരയ്ക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പതയുന്ന വരെ നന്നായിട്ട് അരച്ചെടുക്കുക. ബോളിലേക്ക് ഒഴിക്കാം. ഈ സെയിം ജാറിലേക്ക് ഇവിടെ നമ്മൾ പച്ചരിയും പുഴുക്കലരിയും കൂടെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്, വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് 2 കപ്പ് പച്ചരിയും 1/4 കപ്പ് പുഴുക്കലരിയും കൂടെ. പുഴുക്കലരി കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 1/2 കപ്പ് അവൽ ചേർക്കാവുന്നതാണ്. ഇത് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരയാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ അരിയുടെ നെകക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്സിയുടെ ജാർ നന്നായിട്ട് ചൂടാവും. അപ്പം അങ്ങനെ ചൂടാവുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് ആ ചൂട് പോയ ശേഷം വീണ്ടും അരയ്ക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തരി ഉണ്ടാവും. ദോശയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ ചെറിയ തരിയോടുകൂടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പ് ടെക്സ്ചർ കിട്ടും. ഈ മിക്സറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇളക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പത വരുന്ന പോലെ ബബിൾസ് ഇങ്ങനെ വരും, അതുവരെ നന്നായിട്ട് നേറേറ്റ് ചെയ്യുക. ഇതിനി ഒത്തിരി ഏറ്റായിട്ട് അടയ്ക്കരുത്. ഒരു പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഓവർനൈറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ഓൾറെഡി ഈ ഒരു മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പതന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുണ്ട്, കണ്ട. അപ്പം ഇതിൻ്റെ അയവ് നോക്കുക. ഇപ്പം അത്യാവശ്യം ദോശയ്ക്കുള്ള പരുവാണ്. ചൂടാക്കണമെങ്കിൽ ചൂടായിക്കാം, ലൂസാക്കി എടുക്കുക. ഇച്ചിരി വെള്ളം ചേർക്കുക. ഒത്തിരി തിക്കാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും ഇച്ചിരി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കാം.
നല്ല ചൂടായി വരട്ടെ. പാൻ ചൂടായി, കുറച്ച് ഓയിൽ തൂക്കുക. നല്ലെണ്ണയാണ്. ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സാധാരണ ദോശയാണ് ചെയ്യുന്നത്. എപ്പോഴും പാനിൻ്റെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് സ്പ്രിങ്കിൾ ചെയ്യാം സൈഡ്സിൽ. തിരിച്ചിടാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ, ഒത്തിരി തിന്നല്ലാണ്ട് ഉണ്ടാക്കുന്നത്. അടുത്ത തട്ട് ദോശ സ്റ്റൈലിൽ ഒരു ദോശ ചെയ്യാം. അധികം സ്പ്രെഡ് ചെയ്യാണ്ട് ഇച്ചിരി തിക്കായിട്ട് ഒഴിക്കുക. അതിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രിങ്കിൾ ചെയ്യാം. ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. തട്ട് ദോശ സ്റ്റൈലുള്ള ദോശ. ഞാൻ അടുത്ത നമ്മൾ ഈ സെയിം ബാറ്റർ വെച്ചിട്ട് നെയ്യ് ദോശയാണ്, ഗീ റോസ്റ്റ് നല്ല തിന്നായിട്ട് പരത്തി ഉണ്ടാക്കാം. നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, ആദ്യം നമ്മൾ ഒരുപാട് നെയ്യ് ഉണ്ടാകാൻ പാടില്ല. നെയ്യോ ഓയിലോ ആദ്യം ഇടുമ്പോൾ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എക്സസ് വൈപ്പ് ചെയ്ത് കളയുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാം. നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യാം. നെയ്യ് നല്ല ലാവിഷായിട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. നല്ല ക്രിസ്പ് ആവണമെങ്കിൽ നന്നായിട്ട് നെയ്യ് വേണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നെയ്യ് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യും കുറച്ച് കോക്കനട്ട് ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെയും ചെയ്യാം. അത് കറക്റ്റ് പരുവാകുമ്പോഴത്തേക്ക് തന്നെ കല്ലേന്ന് ഇങ്ങനെ വിട്ടു വരും. നല്ല ക്രിസ്പ് ആവണമെങ്കിൽ തീ കുറച്ച് നേരം കൂടെ വെക്കുക. അപ്പോൾ ഇത് ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ തിന്നായതുകൊണ്ട് എന്തായാലും ബോത്ത് സൈഡ്സ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി എടുക്കാം. നല്ല ക്രിസ്പിയായി. അപ്പോൾ നമ്മുടെ ദോശയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നമ്മൾ 3 തരത്തിൽ ചെയ്തു. സാധാരണ ടൈപ്പ് ദോശ, പിന്നെ ഇച്ചിരി കട്ടിക്ക് തട്ട് ദോശ, പിന്നെ ക്രിസ്പി ആയിട്ടുള്ള നെയ്യ് ദോശ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നമ്മൾ ചട്നിയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. 3 തരം ചട്നിയുടെ റെസിപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിലേതെങ്കിലും തരം നിങ്ങൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. കൂടാതെ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.